beautiful people, welcome back to my YouTube channel. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസ് ഗോയിങ് ടു ബി ദ ലാസ്റ്റ് വ്ളോഗ് ഓഫ് 2024. നോട്ട് ദ ലാസ്റ്റ് വീഡിയോ അല്ല, ലാസ്റ്റ് വ്ളോഗാണ്. ഇന്ന് ആക്ച്വലി ക്രിസ്മസ് ആണ്. ക്രിസ്മസ് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നും ഉണ്ടാകാറില്ല. രാവിലെ തന്നെ ഉണ്ണിക്ക് ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ച ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ആ ഒരു ഫുൾ സെറ്റ് ഉണ്ടായിരുന്നു. തൊപ്പി അവനെ ഫിറ്റ് ആവുന്നില്ല, ബാക്കി എല്ലാതും ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ നോക്കി. പക്ഷേ നിൽക്കേണ്ട ഒരു ഭാഗത്ത് നിൽക്കാണ്ട് ചെക്കൻ ഓടി നടന്നിട്ട് ഏതോ ഒരു ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്കിഷ്ടമായി. അതുമ്പോൾ മേരി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് കാൻവയിലൊക്കെ സെറ്റായത് സ്റ്റാറ്റസും ആൾക്കാർക്ക് അയച്ചു കൊടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി 3:45 സമയമായിട്ടുണ്ട് കേട്ടോ. എന്നെ വിളിച്ചു തുടങ്ങി. വേറെ ഒന്നുമല്ല, ഞാനും അച്ഛനും കൂടി സിനിമയ്ക്ക് പോവാണ്. ഏത് സിനിമയാണെന്നറിയോ? നമ്മുടെ മാർക്കോ. ഞാൻ ഇങ്ങനെ കളിയാക്കി പറഞ്ഞ് അത് മാക്രോ എന്നാണ് എൻ്റെ വായി വരുന്നത്. അപ്പോൾ മാർക്കോക്ക് കാണാൻ പോവാണ്. ഇത് ആക്ച്വലി എനിക്കറിയാം എന്താ സംഭവം നടക്കാൻ പോകുന്നതിന്. ഏകദേശം എനിക്ക് ഇൻസ്റ്റയിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അപ്പുറത്ത് ഉണ്ണി പോയിട്ട് അവൻ ചേച്ചി അതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്കറിയാം. പക്ഷേ അച്ഛൻ അല്ലെങ്കിൽ സാധാ ഫിലിമിനൊന്ന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വരാത്ത ആൾ ഈ ഒരു സിനിമ കാണണം, നീ ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ അച്ഛൻ്റെ ഒപ്പം പോവുകയാണ്. അപ്പോൾ പോയിട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ചെറിയൊരു ഗെറ്റ് റെഡി ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് പോകുന്ന വഴിയിൽ വെച്ച് കാണാം. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch you go as you fade away, as you fade away. Yeah, I'm about to fade away, cause every time I wake up I feel like it's Monday. Something's going wrong with സിനിമ കണ്ടു കഴിഞ്ഞതേ ഇപ്പോൾ വീട്ടിലെത്തിയേ ഉള്ളൂ. സിനിമ ഇറ്റ് വാസ് എ ഗുഡ് മൂവി. ലൈക്ക് യെസ്, വയലൻസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്, പക്ഷെ കണ്ടിരിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ OTTക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട, തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ടോ. നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് എനി കൈൻഡ് ഓഫ് സ്പോയിലേഴ്സ്, ബട്ട് എന്താ പറയുക വന്നത് ഞാൻ വെച്ച് കഴിഞ്ഞാൽ അതിൽ വൺ തിങ് എനിക്ക് ഇതായത് മാർക്കോ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതൊരു ഒരു പരാജയമായ പോലെ എനിക്ക് തോന്നി. ലൈക്ക് ആക്ടിങ് അങ്ങനത്തെ രീതിയിലല്ല കേട്ടോ, ആ ഒരു ക്യാരക്ടർ, ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു ക്യാരക്ടർ ഹി വാസ് എ ഫെയിലിയർ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ ഇൻ്റർവെല്ലിന് വാങ്ങിയ സാധനം ഉണ്ടല്ലോ, അതിൽ കുറച്ചുണ്ടായിരുന്നതാ. അപ്പോൾ നമ്മൾ ഇനി ഡ്രീം കേക്ക് അച്ഛൻ വാങ്ങിച്ച് ഞാൻ പറഞ്ഞു വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇഷ്ടായ? ടേസ്റ്റ് ഉണ്ടാ? ഇനി ചെറിയൊരു അൺബോക്സിങ് ആയാലോ. എനിക്കിപ്പോൾ സ്റ്റിക്കറിൻ്റെ പ്രാന്താണെന്നറിയാമല്ലോ. സ്വന്തമായിട്ട് സ്റ്റിക്കർ ഉണ്ടാക്കാനും പിന്നെ സ്റ്റിക്കർ ഷീറ്റിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സ്റ്റിക്കറാക്കാനും ഒക്കെയാണ് ഇപ്പം എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ കാർട്ടിലിട്ട് വെച്ചിരുന്ന ഒരു സ്റ്റിക്കറിൻ്റെ ഇതാണ് കേട്ടോ ഇത്. ഇപ്പോൾ പൈസ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോൾ ഞാനപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിൽ 4 സെറ്റാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഓരോ സെറ്റിലും അത്യാവശ്യത്തിന് സ്റ്റിക്കേഴ്സ് ഉണ്ട്. മെയിനായിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും അങ്ങനത്തെ വരുന്നതാണ് കേട്ടോ. മഞ്ഞ കളറിൻ്റെ പാക്ക് ഉണ്ട്, റെഡ് വരുന്നുണ്ട്, പിന്നെ
ഒരു ബ്ലൂവും പിന്നെ പർപ്പിളും മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ ഗ്രീൻ ഉള്ളതാണ് വരുന്നത് കേട്ടോ. എല്ലാം നല്ലതാണ്. അപ്പോൾ ഇതെൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ് 2025 അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ വാങ്ങിച്ച സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്രണ്ട് പേജ് മാത്രമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെറുതെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് എഴുതിയിട്ട് അതിനെക്കുറിച്ചൊരു ചെറിയൊരു കോട്ട് പോലെ എഴുതിയിട്ട് ഞാൻ ഓരോന്നോരോന്ന് വെച്ച് നോക്കുകയാണ്. അധികം കുറേ സ്റ്റിക്കേഴ്സൊന്നും വെക്കണ്ട, ജസ്റ്റ് മിനിമലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു ഫ്ലവർ വെച്ചു. പിന്നെ ഫ്ലവറിൻ്റെ ബട്ടർഫ്ലൈ വേണമല്ലോ, അപ്പോൾ അതും വെച്ച് സെറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. മിനിമലായിട്ട് എനിക്കിഷ്ടമായി. അവസാനം എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനലായിട്ടുള്ളത് കേട്ടോ. സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ 2025 ബുള്ളറ്റ് ജേർണൽ ഉണ്ടല്ലോ, അതിൽ ഞാൻ വിഷൻ ബോർഡിന് വേണ്ടിയിട്ട് ഒരു പേജ് ഞാൻ വിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ശരിക്കുള്ളൊരു വിഷൻ ബോർഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൽ നോക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജേർണലിലും ഞാൻ അതുപോലെ വിഷൻ ബോർഡിന് പേജ് എന്തായാലും ഞാൻ കൊടുത്തതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി ഞാൻ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. മറ്റേ വിഷൻ ബോർഡ് പോലെ കുറേ പിക്ചേഴ്സൊന്നുമില്ല, ജസ്റ്റ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ സിംഗിൾ പിക്ചേഴ്സായിട്ട് വെക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൾറെഡി ഫോണിൽ തന്നെ ഒരു കൊളാഷ് പോലെ ചെയ്തിട്ട് അത് പ്രിൻ്റ് ഔട്ട് ആക്കിയിട്ട് നമുക്ക് വിഷൻ ബോർഡ് ആക്കിയിട്ട് ആക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ ഞാൻ പിന്നീട് നമ്മളെ സ്റ്റിക്കേഴ്സും പിന്നെ കുറച്ച് കോഡ്സൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പൂക്കളും സംഭവങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി എസ്തെറ്റിക് ആയില്ലേ? എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സെറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് നമ്മളുടെ ജേർണലിൽ തന്നെ ഗോൾസിൻ്റെ പേജിലെടുത്ത് ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള ഗോൾസ് എന്തൊക്കെ എഴുതണം, ഏത് രീതിയിൽ എഴുതണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ്. പിന്നെ വിചാരിച്ചു ജനുവരി ആകുമ്പോൾ നമുക്ക് സെറ്റാക്കാം. പിന്നെ നമ്മൾ ഡേറ്റ്സ് ടു റിമെമ്പർ പേജ് എടുത്തിട്ട് നമ്മളുടെ ഈ കൊല്ലത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ലൈക്ക് ബർത്ത്ഡേയ്സ് ആനിവേഴ്സറീസൊക്കെ ഞാൻ എഴുതി വെക്കുകയാണ് കേട്ടോ. ആദ്യം എനിക്ക് ഓർമ്മയിലുള്ളതൊക്കെ ഓരോന്നോരോന്നാക്കി ഞാൻ എഴുതി വെച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ പണ്ടത്തെ, അതായത് കഴിഞ്ഞ കൊല്ലത്തെ 2024 ജേർണൽ എടുത്തിട്ട് ഞാൻ നോക്കുകയാണ് ഏതെങ്കിലും ഡേറ്റ്സ് ഞാൻ വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ നോക്കിയിട്ട് ഓക്കെ ആയി സെറ്റ് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ നമ്മളുടെ എബൌട്ട് മീ പേജ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ലൈക്സ് ഡിസ്ലൈക്സ് അതൊക്കെ മാത്രമാണ് ഇപ്പോൾ ഞാൻ എഴുതി വയ്ക്കുന്നത്. കൂടുതൽ ആ പേജിൽ സെറ്റ് ആക്കാനുണ്ട്, അത് ഞാനിപ്പോൾ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാനായിട്ട് മറന്നു, വേറെ ഒന്നുമല്ല, ഞാൻ വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം വർക്ക് ചെയ്ത അതേ സ്കൂളിൽ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡിസംബർ 2nd വീക്കൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്തു കേട്ടോ. സോ ഐ എം വെരി ഹാപ്പി. ലൈക്ക് ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ ജോലിയോട് ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ടീച്ചിങ് ആകുമ്പോൾ സ്കൂളിൽ തന്നെ ഒരു അക്കാഡമിക് ഇയർ കഴിയുമ്പോഴാണ് മിക്കപ്പോഴും ഒഴിവുണ്ടാവുക. പക്ഷെ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് വീണ്ടും ജോയിൻ ചെയ്യാനായിട്ട് പറ്റി. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ലൈക്ക് സന്തോഷമുണ്ട് വർക്ക് ചെയ്യാനായിട്ട് വീണ്ടും പറ്റുന്നതിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്ക് കുറച്ചും കൂടി പണികൾ കൂടി ഉണ്ടായിരുന്നു, പക്ഷേ നേരം വൈകിയേക്കാണ്. ഇനി ശരിയാവില്ല, ഇനി പോകണം താഴത്തേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ലാസ്റ്റ്, as I told you earlier, vlog of 2024. So that's it everyone. Bye. Take care.